ഹിറ്റാച്ചി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്നിവിടെ കാണാം. എങ്ങനെ മണ്ണു മാന്തുന്നു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കാർക്കും അറിയില്ല. അത് നമുക്കിന്നിവിടെ കാണാം. ഒരു വലിയ ഇരുമ്പ് ഭീമൻ എങ്ങനെ ജനിക്കുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ദിവസം ലോകത്തിലെ ഏറ്റവും കഠിനമായ ജോലികൾ ചെയ്യാൻ പോകുന്ന ഒരു യന്ത്രത്തിന്റെ യാത്ര ആരംഭിക്കുന്നു. എന്നാൽ ആ യാത്ര തുടങ്ങുന്നത് ഒരു എഞ്ചിനിൽ നിന്നോ ഒരു ചക്രത്തിൽ നിന്നോ അല്ല, ഒരു സാധാരണ സ്റ്റീൽ പ്ലേറ്റിൽ നിന്നാണ്. ആ സ്റ്റീൽ പ്ലേറ്റുകൾ ഫാക്ടറിയിലേക്ക് എത്തുമ്പോൾ അവ വെറും ഇരുമ്പ് കഷണങ്ങൾ മാത്രമാണ്. എന്നാൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവ ലോകത്തിലെ ഏറ്റവും ശക്തമായ നിർമ്മാണ യന്ത്രങ്ങളിലൊന്നായി മാറും. വലിയ CNC കട്ടിംഗ് മെഷീനുകൾ പ്രവർത്തനം ആരംഭിക്കുന്നു. തീപ്പൊരികൾ പറക്കുന്നു. മില്ലിമീറ്ററിന്റെ കൃത്യതയിൽ ഓരോ സ്റ്റീൽ പ്ലേറ്റും മുറിച്ചെടുക്കുന്നു. ഓരോ ഭാഗത്തിനും പ്രത്യേക നമ്പർ നൽകുന്നു. കാരണം പിന്നീടവ കൃത്യമായ സ്ഥാനത്ത് തന്നെ ഘടിപ്പിക്കണം. അടുത്തതായി വെൽഡിംഗ് വിഭാഗം. ഇവിടെ നൂറുകണക്കിന് വെൽഡുകൾ ചേർന്നാണ് ഒരു എക്സ്കവേറ്ററിന്റെ കരുത്ത് രൂപപ്പെടുന്നത്. ചില ജോലികൾ റോബോട്ടുകൾ ചെയ്യുമ്പോൾ ഏറ്റവും നിർണായകമായ ഭാഗങ്ങൾ പരിചയസമ്പന്നരായ തൊഴിലാളികൾ കൈകൊണ്ട് പൂർത്തിയാക്കുന്നു. വെൽഡിംഗ് കഴിഞ്ഞെന്ന് പറഞ്ഞ് ആരും അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നില്ല. ഓരോ ജോയിന്റും അൾട്രാസോണിക് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. മനുഷ്യരുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ചെറിയ വിള്ളലുകൾ പോലും കണ്ടെത്തുന്നു. ഒരു ചെറിയ പിഴവ് പോലും ഭാവിയിൽ വലിയ അപകടമാകാതിരിക്കാനാണ് ഈ പരിശോധന. ഗുണനിലവാരം ഉറപ്പായ ശേഷം ഫ്രെയിമുകൾ ഷോട്ട് ബ്ലാസ്റ്റിംഗ് മെഷീനിലേക്ക് പോകുന്നു. അതിവേഗത്തിൽ പാഞ്ഞെത്തുന്ന സ്റ്റീൽ ഷോട്ടുകൾ പഴയ പൊടിയും തുരുമ്പും നീക്കം ചെയ്യുന്നു. തുടർന്ന് പ്രത്യേക പ്രൈമർ കോട്ടിംഗ് നൽകുന്നു. അവസാനം ഹിറ്റാച്ചിയുടെ പ്രശസ്തമായ ഓറഞ്ച് നിറം അതിന് ലഭിക്കുന്നു. ഇതിനിടെ മറ്റൊരു വിഭാഗത്തിൽ അണ്ടർകാരേജ് നിർമ്മാണം നടക്കുകയാണ്. പെയിന്റിംഗ് പ്രോസസ്. അസംബ്ലി ലൈൻ പെയിന്റിംഗ്. വെൽഡിംഗിനും മെഷീനിങ്ങിനും ശേഷം ഫ്രെയിമുകൾ കൺവെയർ വഴി പെയിന്റിംഗ് ലൈനിലേക്ക് മാറ്റുന്നു. അണ്ടർകോട്ട്, ഫിനിഷിംഗ് കോട്ട്, ഷാറ്റ് ബ്ലാസ്റ്റിംഗ്, ഷോട്ട് ബ്ലാസ്റ്റിംഗ്, ഡ്രൈയിംഗ് എന്നിവയെല്ലാം ഇവിടെ വെച്ചാണ് നടക്കുന്നത്. സിഗ്നേച്ചർ കളർ. കൊബൽക്കോ നിർമ്മാണയന്ത്രങ്ങളുടെ പ്രധാന അടയാളമായ നീലപ്പച്ച, ബ്ലൂ-ഗ്രീൻ നിറത്തിലാണ് അറ്റാച്ച്മെന്റുകൾ പെയിന്റ് ചെയ്യുന്നത്. പരിസ്ഥിതി സൗഹൃദ കോട്ടിംഗ്. ഒഗാക്കി ഫാക്ടറിയിൽ ആദ്യം അവതരിപ്പിച്ച വിഷാംശം കുറഞ്ഞതും മലിനീകരണം VOC എമിഷൻസ് കുറയ്ക്കുന്നതുമായ ഇക്കോ ഫ്രണ്ട്ലി കോട്ടിംഗിലേക്ക് കമ്പനി മാറ്റം വരുത്തുന്നു. ഇത് തൊഴിലാളികളുടെ ആരോഗ്യവും പരിസ്ഥിതിയും സംരക്ഷിക്കുന്നു.
ട്രാക്ക് റോളറുകൾ, ഐഡ്ലറുകൾ, സ്പ്രോക്കറ്റുകൾ, ട്രാക്ക് ചെയിനുകൾ എന്നിവ ഒന്നൊന്നായി ഘടിപ്പിക്കുന്നു. ഈ ഭാഗമാണ് ആയിരക്കണക്കിന് കിലോഗ്രാം ഭാരമുള്ള യന്ത്രത്തെ താങ്ങി നിർത്തുന്നത്. അതേസമയം മറ്റൊരു ഹാളിൽ എഞ്ചിൻ തയ്യാറാകുന്നു. അതിനോടൊപ്പം ഹൈഡ്രോളിക് പമ്പുകൾ, കൺട്രോൾ വാൽവുകൾ, ഫിൽറ്ററുകൾ, കൂളിംഗ് സിസ്റ്റങ്ങൾ എന്നിവ ഘടിപ്പിക്കുന്നു. പിന്നീട് ഹൈഡ്രോളിക് ഹോസുകളും സ്റ്റീൽ പൈപ്പുകളും കൃത്യമായ അളവിൽ ബന്ധിപ്പിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ആവേശകരമായ ഘട്ടം ആരംഭിക്കുന്നു. അപ്പർ ഫ്രെയിം വലിയ ക്രെയിനിന്റെ സഹായത്തോടെ ഉയർത്തുന്നു. താഴെ തയ്യാറായി നിൽക്കുന്ന ലോവർ ഫ്രെയിമുമായി അത് വളരെ കൃത്യതയോടെ ബന്ധിപ്പിക്കുന്നു. ഏതാനും മില്ലിമീറ്ററിന്റെ വ്യത്യാസം പോലും അനുവദിക്കില്ല. തൊഴിലാളികൾ എപ്പോഴും സുരക്ഷയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കണം. കൗണ്ടർവെയ്റ്റും ക്യാബും ഉറപ്പിക്കുന്നതോടെ ഹൈഡ്രോളിക് എക്സ്കവേറ്ററിന് അതിന്റെ പൂർണ്ണരൂപം ലഭിക്കുന്നു. എക്സ്കവേറ്ററിന് പൂർണ്ണരൂപം നൽകുന്നതിനായി കൗണ്ടർവെയ്റ്റും ക്യാബും ഉറപ്പിക്കുന്നതാണ് പ്രധാന ഘട്ടത്തിൽ ഉൾപ്പെടുന്നത്. പക്ഷേ യാത്ര ഇനിയും അവസാനിച്ചിട്ടില്ല. ഓപ്പറേറ്റർ കാബ് ഘടിപ്പിക്കുന്നു. അതിനുള്ളിൽ സീറ്റ്, ജോയ്സ്റ്റിക്, മോണിറ്റർ, എയർ കണ്ടീഷനിംഗ്, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ സ്ഥാപിക്കുന്നു. ഓപ്പറേറ്റർ മണിക്കൂറുകളോളം സുരക്ഷിതമായി ജോലി ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഓരോ സൗകര്യവും ഒരുക്കിയിരിക്കുന്നത്. തുടർന്ന് നൂറുകണക്കിന് ഇലക്ട്രിക്കൽ വയറുകളും സെൻസറുകളും ECU കൺട്രോളറുകളും ബന്ധിപ്പിക്കുന്നു. ഓരോ കണക്ഷനും വീണ്ടും പരിശോധിക്കുന്നു. ഒരു തെറ്റായ കണക്ഷൻ പോലും മുഴുവൻ മെഷീന്റെ പ്രവർത്തനത്തെ ബാധിക്കും. തൊഴിലാളികൾ ഭാരമേറിയ ഭാഗങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അതിനാൽ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകി വേണം ഈ ജോലി ചെയ്യാൻ. ഇവിടെ കൗണ്ടർവെയ്റ്റുകളും അനുബന്ധ ഭാഗങ്ങളും ഘടിപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ കോബൽക്കോ എക്സ്കവേറ്ററിന്റെ പരിചിതമായ രൂപം നിങ്ങൾക്കൊടുവിൽ കാണാൻ കഴിയും. ആണികൾ മുറുക്കുന്നതിന് ആവശ്യമായ ശക്തി ആർക്കും എളുപ്പത്തിൽ പ്രയോഗിക്കാൻ സഹായിക്കുന്ന ഒരു ആധുനിക ഉപകരണമാണ് തൊഴിലാളികൾ ഉപയോഗിക്കുന്നത്.
ഓരോ തവണയും മുറുക്കുന്നത് രേഖപ്പെടുത്തി വെച്ചുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനാൽ ഗുണനിലവാര പരിപാലനത്തിനും ഇത് സഹായിക്കുന്നു. ശേഷം ബൂം ഘടിപ്പിക്കുന്നു. തുടർന്ന് ആം. ഒടുവിൽ ബക്കറ്റ്. ഇപ്പോൾ ആദ്യമായി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. മുഴുവൻ ഫാക്ടറിയിലും അതിന്റെ ശബ്ദം മുഴങ്ങുന്നു. ഹൈഡ്രോളിക് സിസ്റ്റം പ്രവർത്തനം ആരംഭിക്കുന്നു. ബൂം ഉയരുന്നു. ആം ചലിക്കുന്നു. ബക്കറ്റ് തുറക്കുകയും അടയുകയും ചെയ്യുന്നു. ട്രാക്കുകൾ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കുന്നു. എന്നാൽ ഇതുകൊണ്ട് ജോലി തീരുന്നില്ല. ഓരോ എക്സ്കവേറ്ററും മണിക്കൂറുകളോളം ടെസ്റ്റ് ചെയ്യുന്നു. ഹൈഡ്രോളിക് പ്രഷർ, എഞ്ചിൻ പെർഫോമൻസ്, ബ്രേക്കിംഗ്, സുരക്ഷാ സംവിധാനങ്ങൾ, ഇന്ധന ചോർച്ച, ഓയിൽ ചോർച്ച എല്ലാം പരിശോധിക്കുന്നു. എല്ലാ പരിശോധനകളും വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് ഈ ഇരുമ്പ് ഭീമന് ലോകത്തേക്കുള്ള യാത്രയ്ക്ക് അനുമതി ലഭിക്കുന്നത്. കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് വെറും സ്റ്റീൽ പ്ലേറ്റുകളായിരുന്ന ഭാഗങ്ങൾ ഇപ്പോൾ ഭൂമിയെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു ഹിറ്റാച്ചി എക്സ്കവേറ്ററായി മാറിയിരിക്കുന്നു. ഓരോ എക്സ്കവേറ്ററിന്റെയും പിന്നിൽ നൂറുകണക്കിന് തൊഴിലാളികളുടെ കഠിനാധ്വാനവും ആയിരക്കണക്കിന് മണിക്കൂറുകളുടെ കൃത്യതയും സുരക്ഷയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധതയുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. തുടർന്ന് സ്റ്റിക്കറുകൾ പതിക്കുന്നതോടെ നിർമ്മാണ പ്രക്രിയ പൂർത്തിയാകുന്നു. പാളിച്ചകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ അത് അടുത്ത പ്രക്രിയയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അതിനാൽ തെറ്റുകളൊന്നും വിട്ടുപോകാതിരിക്കാൻ പരിശോധനാ പട്ടിക 2 തവണ പരിശോധിക്കുന്നു. കോബൽക്കോ എക്സ്കവേറ്ററുകൾ തകരാറുകളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്നു എന്നുറപ്പാക്കാൻ തൊഴിലാളികൾ പരിശോധനയിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. കൂടാതെ ജപ്പാനിലെ ഓഗാക്കി പ്ലാന്റിൽ മിനി എക്സ്കവേറ്ററുകളുടെ നിർമ്മാണം ആരംഭിച്ചു. ചൈനയിലെ ചെങ്ഡു പ്ലാന്റിൽ ചെറിയ വലിപ്പം മുതൽ വലിയ വലിപ്പം വരെയുള്ള എക്സ്കവേറ്ററുകൾ നിർമ്മിക്കുന്നു. ഇതാണ് ഒരു ഹിറ്റാച്ചി എക്സ്കവേറ്ററിന്റെ യഥാർത്ഥ ജനനകഥ. ഇത്തരം വ്യാവസായിക ഫാക്ടറി വീഡിയോകൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.